ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 4 വായനാ ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ ഇയ്യോബ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടിയായി ഹേമാന്യനായ എലീഫസ് എന്ന ഇയ്യോബിൻ്റെ സുഹൃത്ത് 4-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങിയതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ 5-ാം അധ്യായത്തിൽ ഉള്ളത്. 5-ാമത്തെ അധ്യായം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം തീർന്നിട്ട് പിന്നെ 6-ാം അധ്യായത്തിൽ വീണ്ടും ഇയ്യോബിൻ്റെ സംസാരം തുടങ്ങുകയാണ്. ഈ 5-ാം അധ്യായത്തിൽ ചുരുക്കമായി പറയുന്ന കാര്യം ഇത് തന്നെയാണ്: ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. നീ അനുഭവിക്കുന്നതിൻ്റെ ഒക്കെ കാര്യം നീ ദൈവസന്നിധിയിൽ ചെയ്ത ശിക്ഷയുടെ ഫലമാണ് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് 5-ാം അധ്യായത്തിൽ. എന്നാൽ ദൈവം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവൻ നിഷ്കളങ്കരും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു എന്ന്. സാത്താൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും സാത്താനോടും പറയുന്നുണ്ട്, അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പം അങ്ങനെ ഒഴിവനെയാണ് നീ തകർക്കാനായിട്ട് ശ്രമിച്ചത് എന്നുള്ളത് ഈ സാത്താനോടും ദൈവം സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത് എന്നാണ് എലീഫസ് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഇയ്യോബിനോട് പറയുന്നത്. അവിടെ അദ്ദേഹം ഈ എലീഫസ് വേറെ ചില കാര്യങ്ങൾ പറയുന്നത്, നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? നീ വിശുദ്ധന്മാരിൽ ആരെയും ശരണം പ്രാപിക്കാനില്ല, നിനക്ക് ദൈവത്തിന് മാത്രമേ ശരണം പ്രാപിക്കാനുള്ളൂ. പിന്നെ പറയുന്നൊരു കാര്യം, അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തും മണ്ണുമല്ല. അപ്പം ഇതൊക്കെ ഈ അനർത്ഥം ഉത്ഭവിക്കുന്നത് അത് ദൈവത്തെങ്കിൽ നിന്നാണ്. കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല, അത് ദൈവത്തെങ്കിൽ നിന്നാണ്. തീപ്പരി ഉയറി പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഞാനോ ദൈവത്തെങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തെങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ദൈവത്തെ സംബന്ധിച്ച് എലീഫസിൻ്റെ വാക്കുകളാണ്. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു. അവൻ്റെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു. പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു. ഉച്ചസമയത്ത് അവർ രാത്രിയിലെന്ന പോലെ തപ്പി നടക്കുന്നു. അവൻ ദരിദ്രനെ അവരുടെ വായന്ന വാളിങ്കൽ നിന്നും ബലവാനെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്, നീതി കെട്ടവനോ വായ് പൊത്തുന്നു. ഇത് ആണ് എലീഫസിൻ്റെ വാക്കുകൾ. എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നത്, എന്നാൽ ഇതൊക്കെ ആണെങ്കിലും നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജ നിലത്തെ പുല്ലുപോലെയെന്നും നീ അറിയും. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. ഞങ്ങൾ ആരാഞ്ഞു നോക്കി, അത് അങ്ങനെ തന്നെയാകുന്നു. നീ അത് കേട്ട് ഗ്രഹിച്ചു കൊള്ളുക എന്നുള്ളൊരു ഉപദേശമാണ് ഈ എലീഫസ് ഇയ്യോബിന് പറയുന്നത്. അപ്പം ഇയ്യോബിനോട് പറയുന്നത്, ഇയ്യോബ്, നീ പറയുന്നതിലൊന്നും ന്യായമില്ല, നീ പറയുന്ന കാര്യങ്ങളിലൊന്നും ന്യായമില്ല, അതങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആണ് എലീഫസ് ഇയ്യോബിനോട് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ 4-5 അധ്യായങ്ങളിൽ വായിക്കുന്നത്. 2-ാമത്തെ വായനാഭാഗം മീഖായുടെ പുസ്തകം. മീഖ എന്ന പ്രവചന പുസ്തകം. 7 അധ്യായങ്ങളുള്ളൊരു പുസ്തകമാണിത്. മീഖ, അതിൽ മീഖായാവ്, മിഖ എന്നീ വാക്കുകളും ഈ പേരിനോട് ചേർത്തുള്ള ഇതേ പേരുകൾ തന്നെയാണ്. മിഖായാവ് എന്ന പേരിൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു പേര് തെറ്റായിട്ട് മീഖായെ കാണുന്നുണ്ട്. യഹോവയെ പോലെ ആരാണുള്ളത്? നിന്നോട് സമനായവൻ ആരുള്ളൂ? നമുക്കതിൻ്റെ ആ ഒരു ആശയം ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം. പേരിൻ്റെ അർത്ഥം 7-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ തന്നെ കാണാം: അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിപ്പിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അപ്പോൾ അതാണ് യഹോവയെ പോലെ ആരുള്ളൂ എന്നുള്ളത്.
അതുപോലെ മറ്റൊരു പ്രധാന കാര്യം അതിനകത്ത് നമുക്ക് കാണുന്നത് 6:8 മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ 7 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പൂർണ്ണമായും ഈ ജനം ദൈവത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞതിനെ സംബന്ധിച്ച്, അവരുടെ അന്യാരാധനകളെ സംബന്ധിച്ച് ഉള്ള കൃത്യമായ ശാസനയും അത് കൊണ്ടുവരാനിരിക്കുന്ന കഷ്ടത്തെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചുമുള്ള അറിയിപ്പുണ്ട്. അത് എല്ലാ പുസ്തകങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഈ പുസ്തകത്തിലും ഉണ്ട്. അതോടൊപ്പം ഈ സമൂഹത്തിലെ ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾ താഴെയുള്ള സാധാരണ മനുഷ്യരെ, പാവങ്ങളെ പീഡിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കാണാം. അതുപോലെ തന്നെ എല്ലാ പുസ്തകങ്ങളുടെയും അവസാനത്തിൽ പറയുന്നത് പോലെ ആ ജനത്തിൻ്റെ ഉദ്ധാരണത്തെ സംബന്ധിച്ചുള്ള പ്രത്യാശയുടെ വാക്കുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെയാണ് ദൈവം അതിനെ കാണുന്നത്, ദൈവം അതിനെ ഗൗരവമായി കാണുന്നു, നിങ്ങൾക്ക് ശിക്ഷയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് ഒഴിയാൻ നിങ്ങൾക്കൊരു മടങ്ങിവരവ് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമെന്നുള്ള സന്ദേശം തന്നെയാണ് ദൈവം ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ മീഖായാവ് അഥവാ മീഖ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാകാലം ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് യോഥാം, ആഹാസ്, എസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് ശമരിയയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ദർശിച്ച യഹോവയുടെ അരുളപ്പാട്. അത് വടക്കേ രാജ്യത്തെ സംബന്ധിച്ചും തെക്കേ രാജ്യത്തെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും യഹൂദയെ സംബന്ധിച്ചും അറിയിച്ച അറിയിപ്പുകളാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളാണ്, ദർശനങ്ങളാണ്. ഇവിടെ പ്രത്യേകം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ മോരസ്ത്യനായ മീഖ എന്ന് പറയുന്നത്. ഇപ്പം മോരസ്ത്യ ഗത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രദേശം, അതായത് ഗത്തിനോട് ചേർന്ന സ്ഥലം. ഏകദേശം 40 കിലോമീറ്ററോളം തെക്ക് കിഴക്കായി കിടക്കുന്ന, പിന്നെ യഹൂദയ്ക്ക് യെരുശലേമിന് തെക്കായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അത് ഗത്തിനോട് ചേർന്നുള്ള സ്ഥലം. അങ്ങനെ മോരസ്ത ഗത്തെന്നാണ് അദ്ദേഹത്തിൻ്റെ ദേശത്തെ സംബന്ധിച്ച് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് അറിയാനൊക്കില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെ സംബന്ധിച്ചോ തൊഴിലിനെ സംബന്ധിച്ചോ ഒന്നും നമുക്ക് ഇതിനകത്ത് രേഖകളില്ല. എന്നാൽ ഒരു അറിയിപ്പ് ഇതിനെ സംബന്ധിച്ച് വേറൊരു റെഫറൻസ് ഉള്ളത്, അത് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവിടെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, അനന്തരം ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുന്നേറ്റ് ജനത്തിൻ്റെ സർവ്വസംഘത്തോടും പറഞ്ഞത്, യഹൂദ രാജാവ് ഹിസ്കിയാവിൻ്റെ കാലത്ത്. അപ്പോൾ അതിനുശേഷമാണ് ആ യെരമ്യാ പ്രവചനത്തിൽ ആ കാര്യങ്ങൾ നടക്കുന്നത്. മുമ്പ് നടന്ന കാര്യമാണ് ഹിസ്കിയാ രാജാവിൻ്റെ. അപ്പോൾ ഇത് യിരെമ്യാ പ്രവാചകൻ്റെ കാലം നമുക്കറിയാമല്ലോ. അത് ഏറ്റവും അവസാനം സിദെക്കീയാവിൻ്റെ കാലം, അതിനു മുമ്പുള്ള കാലം, തൊട്ട് ചേർന്നുള്ള കാലങ്ങളൊക്കെയാണ്. യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് മോരസ്ത്യനായ മിഖായാവ് സകല യഹൂദ ജനത്തോടും പ്രവചിച്ച്, സിയോനെ കൽക്കുന്നുപോലെയും സിയോനെ വയൽ പോലെ ഉഴുതുകളെയും യെരുശലേം കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം വനാന്തരഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. അത് 3:12 മീഖ 3:12 നമുക്ക് വായിക്കാവുന്ന കാര്യം തന്നെ. അത് യിരെമ്യാ പ്രവചനൻ്റെ പുസ്തകത്തിൽ ഈ പറഞ്ഞ പ്രവചനത്തെ, യെരുശലേമിനെ സംബന്ധിച്ചുള്ള പ്രവചനത്തെ പറ്റിയും അതുപോലെ ആ പ്രവാചകനെ പറ്റിയും നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. അത് യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരസ്ത്യനായ മീഖായ്ക്ക് ഉണ്ടായതും അവൻ ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. ഇന്നത്തെ വായന മീഖ 1-ാം അധ്യായം മാത്രമാണ് നമുക്ക് വായിക്കാനുള്ളത്. അതിലെ ആദ്യത്തെ വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. സകല ജാതികളുമായുള്ളവരെ കേൾപ്പിൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവയെ ചെവിക്കൊള്ളുവിൻ. യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. അപ്പം ദൈവം നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കുന്നു. യഹൂദയ്ക്കും അതുപോലെ ഇസ്രായേലിനും ദൈവം വിരോധമായിരിക്കുന്നു എന്നാണ്. യഹോവ തൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു.
തീയുടെ മുമ്പിൽ മെഴുകു പോലെയും കിഴുക്കാന്തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവൻ്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോവുകയും ചെയ്യുന്നു. ഇതൊക്കെയും സംഭവിക്കുന്നത് യാക്കോബിന്റെ അതിക്രമ നിമിത്തവും ഇസ്രായേൽ ഗൃഹത്തിന്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. അപ്പൊ ഈ പറയുന്ന അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ കൊണ്ടാണ് എന്ന് തന്നെ കൃത്യമായ എഴുത്താണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, യാക്കോബിന്റെ അതിക്രമം എന്താണ്? അത് ശമരിയാണ്. യെഹൂദയുടെ പൂജാഗിരികൾ ഏതാണ്? യെരുശലേമാണ്. അപ്പൊ ഈ അതിന്റെ തലസ്ഥാന നഗരങ്ങളായ സ്ഥലത്ത് തന്നെ, രാജാവിന്റെ തൊട്ടടുത്ത് തന്നെ, രാജാവിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ പറയുന്ന അന്യാരാധനകൾ, ദൈവത്തിൽ നകന്നു നടപ്പ് ഒക്കെ കാണുന്നു. ഇവിടെ ചില സ്ഥലങ്ങളെ സംബന്ധിച്ച് കൂടി ഇവിടെ പറയുന്നത്, അതിനു മുമ്പ് മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയും ആക്കും. ഏതാണ്? ഈ വയലിലെ കൽക്കുന്ന പോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയും ആക്കും ഈ പറഞ്ഞ ശമരിയെയും യെരുശലേമിനെയും. ഞാൻ അതിൻ്റെ കല്ല് താഴ്വരയിലേക്ക് തള്ളിയിടുകയും അതിൻ്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും. സകല വിഗ്രഹങ്ങളും തകർന്നു പോകും. ദൈവത്തിൻ്റെ കോപം ഇത് തന്നെയാണ്. ഇവര് അന്യവിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു. ഞാൻ അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാക്ക്, പ്രോമിസ് പാലിച്ച് അവിടെ കൊണ്ട് നടുകയും അവർക്ക് നിയമം കൊടുക്കുകയും അവരെ അത്ഭുതകരമായി നടത്തുകയും അവരുടെ യുദ്ധങ്ങൾ അവർ അല്ല നടത്തിയത്, ഞാൻ തന്നെയാണ് അവരുടെ യുദ്ധങ്ങൾ നടത്തിയത്. അവർക്ക് വിരൽ കൊണ്ട് പോലും ഒന്ന് അനക്കാതെ അവരുടെ യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്. ശത്രുക്കൾ ലക്ഷങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യർ ശത്രുക്കളായിട്ടുള്ളവർ. അവിടെ നിന്ന് ഇവർക്ക് അധ്വാനിക്കേണ്ടി വന്നില്ല. അങ്ങനെയുള്ള എന്നെ ഇവർ വിട്ടുപോകുന്നതിനെ സംബന്ധിച്ചാണ് ദൈവത്തിൻ്റെ കോപം. അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും. വേശ്യാസമ്മാനം കൊണ്ടല്ലോ അവർ അത് സ്വരൂപിച്ചത്, അവ വീണ്ടും വേശ്യാസമ്മാനമായി തീരും. അവർ വിലപിച്ച് ഞാൻ അതുകൊണ്ട് ഞാൻ വിലപിച്ച് മുറയിടും. ഞാൻ ചെരുപ്പില്ലാത്തവനെ നഗ്നനുമായി നടക്കും. ഞാൻ കുറുതരികളെപ്പോലെ വിലപിച്ച് ഒട്ടകപക്ഷികളെപ്പോലെ കരയും. അവളുടെ മുറിവ് പൊറുക്കാത്തതല്ലോ. അപ്പം മനുഷ്യനെ പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ കരഞ്ഞു നിലവിളിക്കുന്ന ഒരു ദൈവം തന്നെ അവിടെ വരച്ചു കാട്ടുകയാണ്. അപ്പം ആ തരത്തിലേക്ക് ദൈവം ഈ ജനത്തെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ പിന്നെ യെരുശലേം, അഫ്ര, ഷാഫീർ, സയനാൻ, പിന്നെ ഏസല്, പിന്നെ വന്നിട്ട് മാരോത്ത്, ആ പ്രദേശങ്ങളെല്ലാം, ബേത്ത് അക്സീബ്, അതുല്ലാം, ഒരുപാട് സ്ഥലങ്ങളെ സംബന്ധിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ള ജനത്തെ സംബന്ധിച്ച് കൃത്യമായി ദൈവം അവരോടുള്ള എതിർപ്പ്, അവരോടുള്ള കോപം ഒക്കെ അറിയിക്കുകയാണ്. ഇസ്രായേലിന്റെ മഹത്തുക്കൾ അതുല്ലാമോളം ചെല്ലേണ്ടി വരും. നിന്റെ ഓമന കുഞ്ഞുങ്ങൾ നിമിത്തം നിന്നെ തന്നെ ക്ഷൗരം ചെയ്ത് മുട്ടയാക്കുക. പരിഹാരമാണ് പറയുന്നത്. നിന്നെ തന്നെ മുട്ടയാക്കുക. കഴുകനെ പോലെ നിന്റെ കഷന്റെ വിസ്താരമാക്കുക. അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോയല്ലോ. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രവാസത്തിലേക്ക് പോക്ക്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം വരിക, ഇടയ്ക്കിടയ്ക്ക് മഹാമാരി രോഗങ്ങൾ വരിക, ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ കാട്ടുമൃഗങ്ങൾ ഇവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക. അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് പലപ്പോഴും 5 ബാധകൾ എന്നാണ് ദൈവം പറയുന്നത്. 5 ബാധകൾ. അപ്പം 4 ബാധകൾ. 4 ബാധകൾ എന്നാണ് ദൈവം പറയുന്നത്. ഈ 4 ബാധയും കൂടെ ഒരുമിച്ച് വന്നാലോ എന്നൊക്കെ ദൈവം വാക്കുകൾ പറയുന്നുണ്ട്. അപ്പം പല സമയത്തും പല ബാധകൾ അയച്ച് അവരെ തെറ്റിൽ നിന്ന് മടക്കി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ അത് വിജയിക്കുന്നുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ അത് വിജയിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും തെറ്റിൽ തന്നെ കിടന്നു പോകുന്ന ഈ മനശ്ശെ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലത്തൊക്കെ 55 വർഷമാണ് മനശ്ശെ രാജാവായിരുന്നത്. ആ കാലത്തൊക്കെ നിരന്തരമായി അവർ ദൈവത്തിൽ നിന്ന് അകന്നു തന്നെ പോകുന്ന വർഷങ്ങളും പതിറ്റാണ്ടുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അങ്ങനെ സംഭവിക്കാത്ത സന്ദർഭങ്ങളും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ട് സംഭവിക്കാത്ത സന്ദർഭങ്ങളും യിരെമ്യാവിൻ്റെ കാലത്ത് നമുക്കറിയാമല്ലോ. യിരെമ്യാവ് പ്രവചിക്കുമ്പോൾ യിരെമ്യാവിനെ പിടിച്ച് കണ്ടിടുകയും യിരെമ്യാവിനെ അടിക്കുകയും യിരെമ്യാവിനെ കൊല്ലാൻ ശ്രമിക്കുകയും യിരെമ്യാവിനെ വേണമെങ്കിൽ നാട് കടത്താൻ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നെന്നോ അവർ അനർത്ഥങ്ങൾ വിട്ട് തിരികെ വന്നെന്നോ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയെന്നൊന്നും എല്ലാ സമയത്തും നമുക്ക് ഉറപ്പ് പറയാനൊക്കത്തില്ല. ഇതൊക്കെ ഇന്ന് എന്തിനാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ അതാണ് ഇതിനകത്ത് പ്രധാനം. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ ചരിത്രവും പണ്ടത്തെ കഥയും ഒന്നും നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് എഴുതി വെച്ചിരിക്കുന്നത് പുതിയതായി വരുന്ന തലമുറകൾക്ക്, നമ്മളുൾപ്പെടെ, ഇത് വായിക്കുന്ന നമ്മളുൾപ്പെടെ ഉള്ള തലമുറകൾക്ക്, ഇനി നമുക്ക് ശേഷവും വരാനിരിക്കുന്ന തലമുറകൾക്ക് അവർ ഇതൊക്കെയും വായിച്ച് മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും
ദൈവത്തിൽ വിട്ടുപോകാതിരിക്കാനും ഒരു തരത്തിലും ഈ യഹോവയാം ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ ആരാധിക്കാനും ഇടയാകാതിരിക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താണ് ദൈവം വച്ചിരിക്കുന്ന പ്രതിഫലമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഈ പുസ്തകങ്ങൾ, നിരവധി പുസ്തകങ്ങൾ ഈ ഈ പുസ്തകത്തിൻ്റെ സംഗ്രഹത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യമാണ് വായനാ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ വായനാ ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം. ഈ ഒരു അധ്യായം ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക്, ഭക്തന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം വിശ്വാസം എന്തെന്ന് നമ്മളോട് പറയുന്നതും, വിശ്വാസത്തിന് ഒരു റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നതും, വിശ്വാസത്തിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നതും, വിശ്വാസമാണ് സർവ്വത്തിലും പ്രധാനമെന്ന് പറയുന്നതും, വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു കാഴ്ചപ്പാട് തരുന്നതുമായ അധ്യായമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ ഈ 11-ാമത്തെ അധ്യായം. അവിടുത്തെ തുടക്കം തന്നെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ വിശ്വാസം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച്, ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച് ലഭിക്കുന്ന ഒരു ഉറപ്പ് നിശ്ചയമാണ്. അത് നമ്മുടെ കണ്ണിൽ കണ്ടിട്ടില്ല. ഒരു ലോകത്തിൻ്റെ കണ്ണിൽ അത് വിശ്വാസയോഗ്യവുമല്ല, വിശ്വസിക്കാൻ പാടുള്ള കാര്യവുമാണ്. പക്ഷേ അത് ഉറപ്പായി സംഭവിക്കും, അത് നടക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിനെയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ഈ ലോകത്തിന് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് വേറെ ചില കാഴ്ചപ്പാട് ഒക്കെ കാണാം, അല്ലെങ്കിൽ ഇത് ഒരു ദൈവീക സൃഷ്ടി അല്ല എന്ന് അവർ ചിലപ്പോൾ തെളിയിക്കാനുള്ള വാക്കുകളും തെളിവുകളൊക്കെ നിരത്താം. പക്ഷെ നമ്മൾ ഇത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൽ നമുക്ക് മനസ്സിലൊരു കലർപ്പുണ്ടാകാൻ പാടില്ല, ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാം, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന്. എത്ര നാളിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സയൻസ് എന്താ പറയുന്നത്? സയൻസ് പറയുന്നത് കോടാനുകോടി വർഷം ഭൂമി അങ്ങനെയായിരുന്ന കാര്യത്തെക്കുറിച്ചാണ്. കോടാനുകോടി വർഷം പഴക്കമുണ്ട് ഭൂമിയുടെ കാലമൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ ആ ഒറ്റൊരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. എത്ര നാൾ? ഒരു കണക്കുമില്ല അവിടെ. അതിനെക്കുറിച്ച് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, വചനവും ദൈവീക കാര്യങ്ങളും ഒരിക്കലും സയൻസിന് എതിരല്ല. നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ പറയുന്നത് എത്ര നാളെന്ന് പറഞ്ഞില്ല, അത് എത്ര നാൾ വേണേലും ആകാം, കോടാനുകോടി വർഷമാകാം. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എത്ര നാൾ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സയൻസ് പറയുന്നത് ആദ്യ ജീവി അമീബ ഉണ്ടായത് വെള്ളത്തിലാണെന്നാണ്. അപ്പോൾ വെള്ളത്തിൽ ദൈവം പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന വാക്യത്തിൽ ഈ സൃഷ്ടിയുടെ ആരംഭത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ട്. ആ വാക്യത്തിലുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പരിവർത്തനത്തിൻ്റെ അത് എത്രയോ കോടാനുകോടി വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അവസാനം സയൻസ് പറയുന്ന പോലെ അമീബ എന്നൊരു ജീവി അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവം ചെയ്തതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. സയൻസിന് മുമ്പേ ഉള്ള ദൈവത്തെ സംബന്ധിച്ച്, സയൻസിന് മുമ്പേ ഉള്ള ദൈവിക ആലോചനയെ സംബന്ധിച്ച്, സയൻസിന് മുമ്പേ ഉള്ള ദൈവിക പദ്ധതിയെ സംബന്ധിച്ച് ദൈവജനമായി നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നിട്ട് വിശ്വാസത്തിൽ ജീവിച്ച ഒരുപാട് ആളുകളുടെ പേരുകൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിലായി ഉത്തമമായി യാഗം കഴിച്ചു. അപ്പോൾ ഹാബേലും കയ്യനും യാഗം കഴിച്ചു. ഹാബേലിൻ്റെ യാഗം വിശ്വാസത്തിൽ കയ്യൻ്റെ യാഗത്തേക്കാൾ ഉത്തമമായിരുന്നു എന്നാണ്. പിന്നെ വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ.
അപ്പോൾ അവിടെ ഒരു കാര്യം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമില്ലാതെ മെഴുതിരി കത്തിക്കുന്നതും വിശ്വാസമില്ലാതെ ആരാധന കൂടുന്നതും വിശ്വാസമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും, മെഴുതിരി കത്തിക്കണമെന്ന് ഞാൻ പറയുകയല്ല, പലരും ചെയ്യുന്നത് ചടങ്ങ് പോലെ ചെയ്യുന്ന പല കാര്യങ്ങളിലൊരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മെഴുതിരിയൊന്നും കത്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അതൊന്നും ദൈവത്തിൻ്റെ പ്രസാദത്തിലല്ല. ഹൃദയത്തിലില്ലാത്തത് പ്രവൃത്തിയാൽ ചെയ്തിട്ടൊരു കാര്യമില്ല. വെറും പ്രവൃത്തികളെ ആശ്രയിക്കുന്ന പദ്ധതി പരിപാടി ദൈവം നിർത്തിയിട്ട് കാലങ്ങളായി. വച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് കൂടി വരുമ്പോൾ അപ്പം നുറുക്കലിൻ്റെയും ഒരു കാര്യം മാത്രമാണ് ദൈവം ഇന്ന് വെച്ചിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്, ദൈവികമായ പ്രവൃത്തി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ പണ്ടത്തെ ആചാരങ്ങളും ഇന്നും ജാതികളുടെ ആയിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ്. അത് ദൈവത്തിന് മുമ്പിൽ പ്രസാദകരമല്ല. ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ആ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. ഇത് രണ്ടും വിശ്വാസികളെ സംബന്ധിച്ച്, അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു വാക്യം ഇതിനകത്തുള്ളത് കൊണ്ടാണ് വിശ്വാസികൾക്ക് ആ വിശ്വാസത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടും വിശ്വാസത്തിലൊരു ഉറപ്പും, വിശ്വാസത്തെ എന്താണ് വിശ്വാസം എന്നുള്ളത്, അത് തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ആയിത്തീരണമെന്നൊക്കെ ഉള്ളതിനൊരു കൃത്യമായ അറിവും പിക്ചറും ഒക്കെ ലഭിക്കുന്നത് ഈ 11-ാം അധ്യായം ഉള്ളത് കൊണ്ടാണ്. അതാണ് നമ്മൾ കാണുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാണ്. വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ. എന്നിട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ ഇതിലൊരു വാക്യം പറയുന്നുണ്ട്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ആ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? ഹാവേലുണ്ട്, ഹാനോക്കുണ്ട്, നോഹയുണ്ട്, അബ്രഹാമുണ്ട്, സാറയുണ്ട്. ഇത്രയും പേരുടെ അതിൽ ഇസഹാക്ക്, യാക്കോബൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ യാക്കോബുണ്ട്, ഇസഹാക്കുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെയും പേരുകൾ പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആര്? വിശ്വാസത്തിൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഹാനോക്കും വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു, ജീവിച്ചിരിക്കുന്നു, സ്വർഗത്തിലേക്ക് പോയി എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് ജനം. പക്ഷെ ആ ഹാനോക്കിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഹാനോക്ക് മരിച്ചു എന്നുള്ളത്. അപ്പോൾ ആരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം അത് തന്നെയാണ് വിശ്വാസം. അതാണ് സത്യം, അതാണ് വിശ്വാസം. ആ ഒരു കാര്യമേ സംഭവിച്ചിട്ടുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഹാനോക്ക് ജീവിച്ചിരിപ്പില്ല. ഫിലിപ്പോസ് ജീവിച്ചിരിപ്പില്ല. ഫിലിപ്പോസിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവനെ പിന്നെ അസ്തോദിൽ കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് ഏലിയാ പ്രവാചകനും ഏലീശായും തമ്മിൽ മാറി. അവനെ എടുത്തു ഏലിയാവിനെ എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാവിനെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുത്തു, ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നാളുകൾ കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് എന്താണ്? ഏലിയ പ്രവാചകൻ്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇതേ പുസ്തകത്തിൽ. അപ്പോൾ എവിടെ നിന്നാണ് എഴുത്ത് വന്നത്? സ്വർഗത്തിൽ നിന്നോ? ഏത് മഷി കൊണ്ടാണ് എഴുതിയത്? സ്വർഗത്തിലെ മഷി കൊണ്ടോ? ഏതിലാണ് എഴുതിയത്? അത് സ്വർഗത്തിലെ പേപ്പറിലാണോ? അപ്പോൾ ഇതെല്ലാം ഭൂമിയിലാണ് നടന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഏലിയ പ്രവാചകനെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഏലിയ പ്രവാചകൻ ജീവനോടെ സ്വർഗത്തിൽ പോയെന്ന അർത്ഥം അവിടെ ഇല്ല. അതുകൊണ്ട് അതാണ് നമ്മൾ പറയുന്നത്, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരാൾ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഇരിക്കുന്ന വേറൊരാളും മനുഷ്യനായിട്ടൊരാൾ വേറെയില്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതാണ് എൻ്റെ സത്യം. പിന്നെ ബാക്കി ഹാനോക്ക് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കേണ്ടത്. ഏലിയാവിനെ എടുക്കപ്പെട്ടപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പോസ്, അതൊക്കെ നമ്മൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളാണെന്ന് കണ്ണുമടച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കരുത്. അപ്പോൾ ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ മരിച്ചു എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരും അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഈ മരിച്ചുപോയവരുടെ ദൈവമാണ് ഞാൻ എന്ന്
പറയുവാൻ ദൈവം ലജ്ജിക്കുന്നത്. കാരണം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ മരിച്ചവരുടെ ദൈവം എന്ന് പറയാൻ എങ്ങനെ കഴിയും? ഞാൻ മരിച്ചു പോയവരുടെ ദൈവമാണെന്ന് ഒരിക്കലും അങ്ങനെയല്ലത്. അപ്പം ദൈവസന്നിധിയിൽ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും അങ്ങനെ പലരും ജീവിച്ചിരിക്കുന്നവരാണ്. കാരണം അവർക്ക് നിത്യജീവൻ ലഭിച്ച് ജീവിച്ചിരിക്കേണ്ടവരാണ്. അവർ ദൈവത്തിൻ്റെ കണ്ണിൽ അവർ ജീവിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ്. നമുക്കാണ് അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും മരിച്ചുപോയവർ. ദൈവത്തിൻ്റെ കണ്ണിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവം അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ്. ദൈവം ജീവനുള്ളവരുടെ ദൈവം അത്രേ. അപ്പോൾ ജീവനുള്ളവരുടെ ദൈവമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം വിശ്വാസത്താൽ ചെയ്ത കാര്യം, ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോയ കാര്യം, വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചത്. അപ്പോൾ അനുഗ്രഹിച്ച കാര്യം, താൻ പറഞ്ഞ കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കുമെന്ന് വിശ്വാസമില്ലാതെ ഇളയവൻ മൂത്തവനേക്കാളും പ്രബലനാകും എന്നൊരു കാര്യം പറയണമെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നത് പാഴായി പോകുന്നൊരു വാക്ക് പറയാനൊക്കെ, അത് അങ്ങനെ ആകുമെന്നുള്ള മനസ്സിലെ വിശ്വാസം കൊണ്ടല്ലേ അങ്ങനെ പറയാനൊക്കുള്ളൂ. അപ്പോൾ അതാണ് വിശ്വാസത്തെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ യോസഫ് മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളോട് അവരുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകും, നിങ്ങൾ ഇവിടുന്ന് പോകും. ഈ മിസ്രയീമിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് തരാനിരിക്കുന്ന സ്ഥലത്തേക്ക്, നാട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്, യോസഫ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പം എൻ്റെ അസ്ഥികളെയും കൂടെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അവിടെ മോശയെ കുറിച്ച് പറയും. വിശ്വാസത്താൽ മോശെ ചെയ്തെന്താണ്? പാപത്തിൻ്റെ തൽക്കാല ഭോഗം, അല്ലെങ്കിൽ ഫറവോൻ്റെ കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ വേണ്ട, എനിക്ക് ദൈവജനത്തോടു കൂടി അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടി ആ നിന്ന് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ പോയി ജീവിച്ചവനാണ് മോശെ. എന്നിട്ട് വിശ്വാസത്താൽ രാഹാബിനെ അറിയാമല്ലോ. രാഹാബ് ഒറ്റുകാരെ അവരെ ഒളിപ്പിച്ചു വെച്ചു, സൈന്യത്തിൻ്റെ കയ്യിൽ അടക്കപ്പെടാതെ. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ഒരു ജനം വരുന്നുണ്ട്, അവർക്കൊരു ദൈവമുണ്ട്, യഹോവ എന്നൊരു ദൈവം. ആ യഹോവ ഈ കനാൻ ദേശം അവർക്ക് കൊടുക്കും എന്ന് ആ രാഹാബ് വിശ്വസിച്ചു. അപ്പോൾ ആ വിശ്വാസം ദൈവത്തെ സംബന്ധിച്ച് ആ രാഹാബ് വിശ്വസിച്ചു. ആ രാഹാബ് വിശ്വസിച്ചത് അവൾക്ക് അത് ഗുണമായി, അല്ലെങ്കിൽ അനുഗ്രഹമായി. പിന്നെ പറയുന്നത് ഗിദ്യോന്, ബാരാക്ക്, ശിംഷോന്, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകൻ, അപ്പോൾ എല്ലാ പ്രവാചകന്മാർ പേരിവിടെ വന്നിട്ടില്ല, മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അപ്പോൾ അധ്യായങ്ങൾ പലത് വേണ്ടി വരും. അവിടെ ചുരുക്കമായി പറയുന്നു, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, ദാനിയേൽ തീയുടെ ബലം കെടുത്തി, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ മടക്കി കിട്ടി, ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടി. മറ്റു ചിലർ, അപ്പോൾ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടിയവർക്ക് എന്ത് സംഭവിച്ചു? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടി. അത് അങ്ങനെ സംഭവിച്ചല്ലോ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സമയത്ത് അതിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വന്ന് പലവരും വന്ന് തിരികെ വീട്ടിൽ ചെന്നു. അയ്യോ, മരിച്ച ആൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. പക്ഷേ ആ ഉയർത്തെഴുന്നേറ്റവർക്ക് എന്ത് സംഭവിച്ചു? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ആ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു? ആ ഉയർത്തെഴുന്നേറ്റവർക്ക് എന്ത് സംഭവിച്ചു? അവർ വീണ്ടും മരിച്ചു. അവർ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ജീവിക്കുന്ന പോലെ എന്നേക്കും അവർക്ക് ജീവനെ ലഭിച്ചു, നിത്യവും ലഭിച്ചു. ഇന്നും ജീവിച്ചിരിക്കുന്നില്ല, അവർ വീണ്ടും മരിച്ചു. ലാസർ എവിടെ? ലാസർ 4 ദിവസം ചീഞ്ഞ ശരീരം ലാസറിന് മടക്കി ലഭിച്ചു. ലാസർ ജീവനുള്ളവനായി വന്നു. ആ ലാസർ എവിടെ? ലാസറും ഉയർത്തെഴുന്നേറ്റ് ലഭിച്ചവനല്ലേ. ആ ലാസറും വീണ്ടും മരിച്ചു. അതാണ് സത്യം. മറ്റു ചിലർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി. ഇതെല്ലാം വിശ്വാസത്താലാണ് ഇവരെല്ലാം ഇവർക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നേരിടുന്നത്. വിശ്വാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ ഇറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ച് കാടുകളിലും മലകളിലും ഗുഹകളിലും
ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അങ്ങനെ ലോകത്ത് ജീവിക്കാനൊക്കത്തില്ല. ലോകം അവരെ ആട്ടിപ്പായിച്ചു, ഓടിച്ചു, കൊല്ലാൻ ശ്രമിച്ചു, തല്ലാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്ക് ലോകത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അത് നിത്യജീവൻ സംബന്ധിച്ച് മാത്രമേ വാഗ്ദത്തം പ്രാപിച്ചിട്ടുള്ളൂ. ദൈവരാജ്യം സംബന്ധിച്ച വാഗ്ദത്ത നിവൃത്തി ഇപ്പോഴും യേശുക്രിസ്തു പ്രാപിച്ചിട്ടില്ല. അപ്പോൾ അവർ ആ നിത്യജീവൻ്റെ വാഗ്ദത്ത നിവൃത്തി തന്നെ പ്രാപിച്ച യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എല്ലാവരും സാക്ഷ്യം ലഭിച്ചിട്ടും വിശ്വാസ നിവൃത്തി, വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എവിടെ മുതൽ? അബ്രഹാം മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് നോഹ മുതൽ, അല്ലെങ്കിൽ അതിനുമുള്ള ഹാനോക്ക് മുതലൊക്കെ നോക്കിയാൽ അവരാരും ഈ വാഗ്ദത്ത നിവൃത്തി ഇതുവരെ പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ, ഈ വായിക്കുന്ന നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരുന്നു, അല്ലെങ്കിൽ മുൻകരുതിയിരിക്കുന്നു എന്നാണ്. അപ്പം ദൈവം നമുക്ക് വേണ്ടി നല്ലൊരു കാര്യം മുൻകരുതിയിരിക്കുകയാണ്. അപ്പം ഇവർ ഈ പറയുന്ന ആളുകളെല്ലാവർക്കും ഒരുമിച്ച് നല്ല ഇവിടെ വായിക്കുന്നല്ലേ, നമ്മളെ കൂടാതെ വിശ്വാസം, ഈ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതെന്നാണ്. നമ്മെ കൂടാതെ നമുക്കും അവർക്കും എല്ലാം ഒരുമിച്ചാണ് വാഗ്ദത്ത നിവൃത്തി ലഭിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഇതിനുള്ളൊരു തെളിവ് കൂടി നമുക്ക് വായിക്കാൻ പറ്റുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. 1 കൊരിന്ത്യർ 15-20 മുതൽ താഴോട്ട് വരുമ്പം, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പം ആദ്യഫലം ക്രിസ്തു, അതല്ല അതിനു മുമ്പ് വേറൊരു ഫലമില്ല. അപ്പം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പാണ് ലാസർ ഉയർത്തെഴുന്നേറ്റത്. പക്ഷേ ഇവിടെ ആദ്യഫലം ക്രിസ്തു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കതിൽ നിന്ന് കാര്യം മനസ്സിലാക്കാം. ആദ്യഫലം ലാസറല്ല. അപ്പോൾ ആ ലാസർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും മരിച്ചു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ക്രിസ്തുവാണ് അതിൽ ആദ്യഫലം, ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യജാതൻ. പിന്നെ ക്രിസ്തുവിനുള്ളവർ എപ്പോഴാണ്? അവൻ്റെ വരവെങ്കിൽ. അപ്പോൾ അവൻ്റെ വരവെങ്കിലാണ് അബ്രഹാം മുതൽ, അല്ലെങ്കിൽ ഹാനോക്ക് മുതലുള്ള എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു നിത്യജീവൻ്റെ അവസ്ഥയിലേക്ക് വരുന്നത് അവൻ്റെ വരവിങ്കലാണ്. അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നതും ഇതും തമ്മിൽ ചേർത്ത് വായിക്കാൻ പറ്റും. അത് ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ വാക്യം കൂടെ എടുത്തത്. ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നമുക്ക് തുടർന്നും നാളെയൊക്കെയും പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം സഹായിക്കട്ടെ. കേട്ടിരുന്ന താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.